ഇന്ന് നമ്മൾ സാപ്പയിലാണ് എത്തിയിട്ടുള്ളത്. വെൽക്കം ടു വിയറ്റ്നാം സീരീസ് പാർട്ട് 5. ഹനോയ് ടു ലൗക്കായ് നമ്മൾ വിക്സാപ്പ ട്രെയിനിലാണ് ട്രാവൽ ചെയ്തത്. ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ സൈറ്റില് ലൗക്കായിന്ന് സാപ്പയിലേക്കുള്ള ടാക്സി ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റ് ഹിൽസ് റിസോർട്ട് ആൻഡ് സ്പായിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ആംബിയൻസും വ്യൂ ഒക്കെ കണ്ടിട്ട് തന്നെയാട്ടോ നമ്മൾ ആ റിസോർട്ട് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേഘങ്ങൾ മൂവ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന മലനിരകളൊക്കെ ആയിട്ട് സാപ്പയുടെ മുഴുവൻ ഭംഗിയും കാണാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു അടിപൊളി വ്യൂ ഉള്ള റൂം തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അവിടുത്തെ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ നേരെ പോയത് സാപ്പ സ്റ്റേഷനിലേക്കായിരുന്നു. അവിടുന്ന് ഒരു കോഫിയും കുടിച്ച് ഫാൻസി പാനിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റും എടുത്ത് ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങി. അപ്പൊ ദാ വരണു സാപ്പ സ്റ്റേഷൻ പോലെ തന്നെ വിന്റേജ് വൈബിലുള്ള ഒരു കുട്ടി ട്രെയിൻ. പെട്ടെന്ന് കയറി സ്ഥലം പിടിച്ചു. പക്ഷെ അതൊക്കെ വെറുതെ, കാരണം പോകുന്ന വഴി ഫുള്ള് ഗംഭീര വ്യൂ ആയതുകൊണ്ട് ട്രെയിനിൽ ഓടി നടന്നാണ് എല്ലാവരും ചുറ്റിനുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോ ഉണ്ട് കുറെ ഷോപ്സ് ഒക്കെ ഉള്ള ഒരു വലിയ ഹാള്. അതിലൊരു ഷോപ്പിൽ നിന്ന് ഹോട്ടായിട്ട് ഒരു ഹോട്ട് ഡോഗും വാങ്ങി കഴിച്ച് ഞങ്ങൾ ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. പിന്നെ ലക്ഷ്യം കേബിൾ കാർ ആയിരുന്നു. 15 മിനിറ്റ്സോളം വരുന്ന ഒരു കേബിൾ കാർ യാത്ര കുന്നുകൾക്കും അരുവികൾക്കും കാടുകൾക്കും എല്ലാം മുകളിലൂടെ. ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്ന വാനിലുണ്ടായി ചേച്ചി പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇന്ന് നല്ല വെതറാണ്, ഇന്നലെ വരെ ഫുൾ ക്ലൗഡി ആയിരുന്നു. മഴയായിരുന്നെങ്കിൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ചെന്ന് 2 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും മഴയായി. എന്തായാലും സ്കൈ ക്ലിയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാഴ്ചകളും നല്ലപോലെ ആസ്വദിക്കാൻ പറ്റി. വർണ്ണിക്കാൻ കഴിയാത്ത അത്ര ഭംഗിയായിരുന്നു ആ കേബിൾ കാറിൽ ഇരുന്ന് ഞങ്ങൾ കണ്ടത്. മുകളിൽ എത്തിയപ്പോ അല്ലേ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായേ. അവിടെ ചെന്നപ്പോ 7 ഡിഗ്രി. ഞങ്ങൾ രണ്ടുപേരും സ്വെറ്റർ എടുത്തിട്ടുമില്ല. പിന്നെ ഒരു ഷോളൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. തണുപ്പെല്ലാം കടിച്ചമർത്തി ഞങ്ങൾ ചുറ്റി കാണാൻ തുടങ്ങി. ബുദ്ധ ടെമ്പിൾസിനകത്ത് ശാന്തതയെല്ലാം ആസ്വദിച്ച് കുറച്ചു നേരം ഇരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, എല്ലാ ടെമ്പിൾസിലും അവര് കുക്കിയും ബിയറും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഹോട്ടലിൽ പോയാലും ചെറിയൊരു ഷോപ്പിൽ പോയാലും അവിടെ എല്ലാം ഇതുണ്ടാവും, ചെറിയ ചെറിയ ഹാമ്പേഴ്സ്. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പതുക്കെ സാപ്പയിലേക്ക് തിരിച്ചു. വരുന്ന വഴി കുറെ നല്ല ഭംഗിയുള്ള സ്പോട്സ് കണ്ടു. അവിടെ എല്ലാം പോയി ഫോട്ടോസും എടുത്തു. സാപ്പയിൽ എത്തിയതും വിശപ്പ് കലശലായി. കുറച്ച് ഇന്ത്യൻ ഫുഡ് കിട്ടിയെങ്കിന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു, ഗണേഷ് റെസ്റ്റോറന്റ്. അവിടെ നിന്ന് ഒരു താലിയും ബിരിയാണിയും വാങ്ങി. വലിയ രുചിയൊന്നും പറയാനില്ലെങ്കിലും ഇത്തിരി ചോറിനാൻ പറ്റിയ സമാധാനം ഉണ്ടായി. അതും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായി. പിന്നെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചുപോയി. അന്നേ ദിവസം റൂമിൽ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ റിലാക്സ് ചെയ്തു. സാപ്പയിലെ സെക്കൻഡ് ഡേ എങ്ങനെയായിരുന്നു എന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.